ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പി എസ് സിയെ ഒരു ഹാർഡ് വർക്കിലൂടെ പോവാതെ സ്മാർട്ടായിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നാണേ. അപ്പോൾ 2 വർഷം കൊണ്ടൊരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യുന്നത് വലിയ സംഭവമൊന്നും അല്ല. പക്ഷേ എൻ്റെ സാഹചര്യം, ഞാനൊരു ഹൗസ് വൈഫാണ്, ചെറിയ കുട്ടിയുണ്ട്, വേറെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്ന് വെച്ചിട്ടൊന്നും സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഒരാളില്ല. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം എല്ലാ കാര്യങ്ങളും. മെൻ്റലിയോ ഫിസിക്കലോ സപ്പോർട്ട് ഒരാളുടെ അടുത്തൊന്നുമില്ല. അപ്പം അങ്ങനൊരു അവസ്ഥയിൽ കൂടെ നമ്മളെങ്ങനെ ആണ് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ഹൗസ് വൈഫ് ഉണ്ടായിരിക്കും പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു റാങ്ക് ഫയൽ പഠനത്തിനേക്കാട്ടിലും കൂടുതൽ സെൽഫായിട്ടുള്ള ഒരു സ്റ്റഡീസാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്. റാങ്ക് ഫയൽ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കൂടുതലും സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് സെൽഫായിട്ട് കണ്ടെത്തിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പോകുന്നതിലപ്പുറം ആ ക്വസ്റ്റ്യൻ ഇടുന്നൊരു ആൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന പാർട്സ് നോക്കി, അല്ലാണ്ട് ഒരു സിലബസ് ഫുൾ കവർ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എഴുതിയ എക്സാമാണ് ഇത്. ASM ആയിരുന്നു. അതിനെനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഷോർട്ട് ലിസ്റ്റ് വന്നാലേ അറിയുള്ളൂ എത്രത്തോളം മെയിൻ ലിസ്റ്റ് ആണോ സപ്ലിമെൻ്ററി ആണോ എന്നറിയില്ല. പിന്നെ ഡിഗ്രി ലെവൽസ് എക്സാംസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, പല പോർഷൻസും ഒരിക്കലും ഞാൻ കവർ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് സിലബസ് ഫുൾ കവർ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് കിട്ടുന്ന സമയം ഡെയിലി എനിക്ക് 1 hour അല്ലെങ്കിൽ 2 hour ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ ഉള്ള സമയം കൊണ്ട് എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഹാളിലിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, പല ക്വസ്റ്റ്യൻസും ചോദ്യകർത്താവ് ഇടുന്നത് ഒരിക്കലും നമ്മൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് A to Z വിവരങ്ങൾ ഉണ്ടോയെന്നല്ല. നമ്മളൊരു പ്രോബ്ലത്തിന് ആ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനുള്ള സൊല്യൂഷൻ നമുക്കൊന്നും അറിഞ്ഞില്ലെങ്കിലും എങ്ങനെ നമ്മൾ ആ ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യുന്നു എന്നത് നോക്കിയിട്ടാണ് കുറേയൊക്കെ നമ്മൾ ആ ഒരു മെൻ്റൽ എബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ലിസ്റ്റിൽ വരാൻ പറ്റിയത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടാണോ, അങ്ങനെ ഒരിക്കലും അല്ല. കാരണം ഞാനിത് പറയാൻ കാരണം, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സിലബസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോലും, ഒരുപാട് പഠിച്ച് റിവിഷൻ ചെയ്തിട്ട് പോലും മാർക്ക് കയറാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെക്കാട്ടിലും നന്നായി പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്, PSCയെ നമ്മൾ ഹാർഡ് വർക്കിലൂടെ പോവാതെ കുറച്ചൊരു സ്മാർട്ട് വേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും എളുപ്പമെന്ന് ഞാൻ പറയില്ല. നമ്മളൊരു വർക്കിൽ അത്രയും നമ്മുടെ ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തും എടുക്കാൻ പറ്റുള്ളൂ. എഫേർട്ട് ഇട്ട് നമുക്കത് കിട്ടുമ്പോഴല്ലേ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൂടുതലും ടോപ്പിക്ക് വൈസ് നോക്കുന്നതിലപ്പുറം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനാലിസിസ് ചെയ്തിട്ടുള്ളത്. അതുവഴിയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ LGS ലെവലിലൊക്കെ 1 word ആൻസേഴ്സുള്ള പലതും +2 ലെവലിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ വരുമ്പോൾ ഓരോ ഓപ്ഷനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ അതിൻ്റെ ആൻസർ പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ ഓപ്ഷൻസിൽ പിക്ക് ഔട്ട് ചെയ്തിട്ട് ശരിയാണെന്ന് അല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 4 ഓപ്ഷൻ തരുമ്പോൾ അതിൽ 1 തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ചിലപ്പോൾ വെട്ടിക്കളയാൻ പറ്റും. ബാക്കി 2 50-50 നമ്മൾ വെച്ച് ആൻസർ ചെയ്യണം. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഒരു കാൽക്കുലേറ്റഡ് മൈൻഡിൽ പോയാൽ മാത്രമേ കുറച്ചും കൂടി നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഞാനൊരു 1 year ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാംസിലൊക്കെ ഒരു 3 മാർക്സ് 4 മാർക്സിലൊക്കെ ആയിരുന്നു ബാക്കിലേക്ക് പോയിരുന്നത്.
ലിസ്റ്റിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും വരാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷേ ദൈവം സഹായിച്ച് മെയിൻ ലിസ്റ്റിൽ വരാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഞാൻ വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം എങ്ങനെയാണ് ഞാൻ പഠിച്ചത്, കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം.